Next, example 4. For every positive integer n, prove that 7 raised to n minus 3 raised to n is divisible by 4. Important question ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ p of n എഴുതാം. Let p of n from 7 raised to n minus 3 raised to n. ഈ ക്വസ്റ്റ്യൻ ഇവിടെ വരെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഈസ് ഡിവിസിബിൾ. അപ്പോൾ ഇവിടെ പി ഓഫ് എൻ എന്ന് പറഞ്ഞ് എഴുതുമ്പോഴും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ എഴുതാം. ഈസ് ഡിവിസിബിൾ ബൈ 4. നെക്സ്റ്റ് ഫോർ n ഈക്വൽ ടു 1, p of 1 from 7 raised to 1 minus 3 raised to 1 is divisible by 4. Therefore, 7 raised to 1 is 7. 7 minus 3 is divisible by 4. 7 minus 3 is 4. 4 is divisible by 4. 4 is divisible by 4 അല്ലേ? അതായത് 4 by 4 ചെയ്താൽ നമുക്കൊരു ഇൻറ്റീജർ കിട്ടില്ലേ കറക്റ്റ് ആയിട്ട്. അപ്പോൾ 4 is divisible by 4 ആണ്. നമുക്ക് എന്ത് പറയാം? p of 1 is true. p of 1 true ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? assume that p of k is true. p of k true എന്ന് പറയുന്നത് n ന് k കൊടുക്കാം, അതായത് n equal to k എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? p of k from 7 raised to k minus 3 raised to k is divisible by 4. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 7 raised to k minus 3k is divisible by 4 എന്നാണല്ലോ. അതായത് ഈ ഒരു സബ്ട്രാക്ഷൻ, അതായത് 7 raised to k minus 3 raised to k ചെയ്താൽ കിട്ടുന്ന ആൻസർ 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കുന്നു. അപ്പം ഇതിന് നമുക്ക് ദാറ്റ്സ് ഈക്വൽ ടു 4d എന്ന് എഴുതാം. d എന്നുള്ളത് ഡിവിസിബിൾ, ഏതോ ഒരു ഡിവൈസറി. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഇതിൻ്റെ ആൻസർ 20 ആണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ k 2 ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും? 7 raised to 2 minus 3 raised to 2. അത് 7 raised to 2 എന്ന് പറഞ്ഞാൽ 7 into 7, 49 minus 9 ഈക്വൽ ടു 4 into d. d എന്ന് പറയുന്നത് ഏതോ ഒരു നമ്പർ. അതായത് അപ്പം എന്ത് വരും? 4 കൊണ്ട് അത് ഡിവിസിബിൾ ആയിരിക്കുന്നു. അതായത് 40 ഈക്വൽ ടു 4 into d. 40 by 4 ചെയ്താൽ നമുക്ക് കറക്റ്റ് 10. d എന്ന് പറയുന്നത് 10 കറക്റ്റ് ആയിട്ട് ഒരു ഇൻറ്റീജർ കിട്ടുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതാണ് ഈ ഡിവിസിബിൾ ബൈ 4 എന്ന് പറയുന്നത്. അപ്പോൾ 7 raised to k minus 3 raised to k ഈക്വൽ ടു 4d എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 4 എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു ഇക്വേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് മാറ്റി ആ പ്ലേസിലോട്ട് ഈക്വൽ ടു 4d എന്ന് ചേർത്തത്. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. നമുക്ക് അടുത്തത് പി ഓഫ് കെക്ക് ഓക്കെ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് 1 പ്രൂവ് ചെയ്യണം. പി ഓഫ് കെ പ്ലസ് 1 പ്രൂവ് ചെയ്യാനായിട്ട് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1. അപ്പം എന്ത് വരും? പി ഓഫ് കെ പ്ലസ് 1 പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്നിൻ്റെ പ്ലേസിൽ കെ പ്ലസ് 1 കൊടുക്കാം. ഇവിടെ എന്നിൻ്റെ പ്ലേസിൽ കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ എന്താ വരാം? 7 raised to k plus 1 minus 3 raised to k plus 1 is divisible by 4. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിനു വേണ്ടി ഞാൻ ഈ ഒരു ടേം എടുക്കണം. വി ഹാവ് 7 raised to k plus 1 minus 3 raised to k plus 1 ഈക്വൽ ടു, ഇതിൽ നിന്ന് ആൻസറിലോട്ട്, അതായത് ഡിവിസിബിളിലോട്ടാണെന്ന് ഫൈൻഡ് ചെയ്യാണ്. ഈ സ്റ്റേറ്റ്മെന്റ് എടുക്കണില്ല, ഈ ഒരു ടേം മാത്രമേ എടുക്കണുള്ളൂ. 7 raised to k plus 1നെ ഞാൻ 7 raised to k into 7 എഴുതി കൂടെ നമുക്ക്? 7 raised to k plus 1 7 raised to k, അതായത് x raised to a into x raised to b എന്ന് പറയുന്നത് x raised to a plus b ആണല്ലോ. അത് 7 raised to k into 7 എന്ന് പറയുന്നത് 7 raised to 1 എന്ന് പറയുന്നത് 7 raised to k plus 1 ആണല്ലോ. എഴുതി മൈനസ്. അതുപോലെ തന്നെ 3 raised to നമുക്ക് എന്ത് എഴുതാം? 3 raised to k into 3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ,
ഇനി നമ്മൾ എല്ലാ കേസിലും പി ഓഫ് കെ പ്ലസ് വണ്ണിൽ പി ഓഫ് കെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പൊ ഈ കേസിലും നമുക്ക് ഈ ഒരു പി ഓഫ് കെ, അതായത് ഇക്വേഷൻ നമ്പർ 1 ഈ പി ഓഫ് കെ പ്ലസ് വണ്ണിലോട്ട് കൊണ്ടുവരണം. അതെങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. ദാറ്റ്സ് ഈക്വൽ ടു പി ഓഫ് കെ എന്ന് പറയുന്നത് എന്താ, 7k - 3k. ഈ ഒരു ടേം ആണ് ഇവിടെ 7. ഇത് കോമൺ ആയിട്ട് എന്തായാലും ഔട്ട് സൈഡ് എടുക്കാൻ പറ്റില്ല. ഇത് നമുക്ക് എങ്ങനെ ഇത് ചെയ്യാമെന്ന് നോക്കാം. ദാറ്റ്സ് ഈക്വൽ ടു 7 ഔട്ട് സൈഡ് എടുത്താലും ബാലൻസ് ഇവിടെ എന്ത് വരും, 7 എടുത്തിട്ട് ഞാൻ 7k എന്ന് എഴുതി. ഇനി 7k യുടെ കൂടെ എന്ത് വേണം ഇവിടെ, -3k. ആ -3k ഞാൻ ജസ്റ്റ് ഇട്ട് കൊടുക്കണം, ഞാൻ അപ്ലൈ ചെയ്യാണ്. ഇനി ഈ ടൈമിലൂടെ -3k എന്ന് അപ്ലൈ ചെയ്താൽ ഇക്വേഷൻ ബാലൻസ് ആവണമെങ്കിൽ ഒരു പ്ലസ് കൊടുക്കണ്ടേ, +3k കൊടുക്കണ്ടേ. നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് 2 + 3 - 3, 2 നമുക്ക് ആൻസർ വേണം. 2 ആൻസർ കിട്ടാനായിട്ട് 2ന്റെ കൂടെ ഒരു 3 ആവശ്യമുണ്ട്. 2 + 3 ചെയ്താൽ 2 ആൻസർ കിട്ടോ, ഇല്ല. അപ്പൊ ഈ +3 ചെയ്താൽ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈൻ ചെയ്തു, -3 ചെയ്തു. അത് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും 2. ഇത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഇക്വേഷൻ ആവശ്യമില്ല, അതിന് വേണ്ടിയാണ് +3 ചെയ്തത്. പക്ഷെ ഇക്വേഷൻ ബാലൻസ് ആണെങ്കിൽ ഒരു -3 ചേർക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെ 7k ഉണ്ട്. ഇനി പി ഓഫ് കെ നമുക്ക് ഇതിൽ കൊണ്ടുവരാനായിട്ട് പി ഓഫ് കെ കൊണ്ടുവരുമ്പോൾ -3k വരണം. അതിനൊരു -3k കൊടുത്തു. അപ്പോൾ -3k അപ്ലൈ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു +3k കൂടി അപ്ലൈ ചെയ്തു. ഇൻറ്റു -3k × 3. ഓക്കെ, ഇനി ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, എക്സ്പാൻഡ് ചെയ്യില്ല, ഇതൊന്നും മാത്രമേ ഉള്ളൂ. 7 × 7k - 3k എന്ന് പറയുന്നത് 4d ആണല്ലോ. ഇക്വേഷൻ നമ്പർ 1 യൂസ് ചെയ്ത് ഫ്രം ഇക്വേഷൻ നമ്പർ 1 നമുക്ക് ഈ ഒരു ടേമിനെ 4d + 3k എന്ന് എഴുതാം. -3k × 3 എന്ന് എഴുതാൻ പറ്റും. ഈ ഇക്വേഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പം എന്ത് വരും, ദാറ്റ്സ് ഈക്വൽ ടു 7 × 4d + 7 × 3k - 3k × 3. ദാറ്റ്സ് ഈക്വൽ ടു ഇതെന്താണ്, 7 × 4d. അതായത് ഈ ഒരു ടേം 4 × d ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടേം നമുക്ക് എന്ത് പറയാം, 4ന്റെ ഡിവിസിബിൾ ആണെന്ന് പറയാം. അതുപോലെ തന്നെ 7 × 4d പ്ലസ് ഇവിടെ നോക്കിയാൽ 3k 2 ടൈമിലും ഉണ്ട്. കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു. ബാലൻസ് എന്ത് വരും, 7 - 3. ദാറ്റ്സ് ഈക്വൽ ടു 7 × 4d + 3k × 4. നോക്കിയേ, ഈ രണ്ടിലൊരു 4 ഉണ്ടല്ലോ, 4 ഔട്ട് സൈഡ് എടുത്തു. ബാലൻസ് 7d + 3k. ഇതൊക്കെ ഈ 2 ടൈമിന് മൾട്ടിപ്ലൈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു നമ്പറിന് 4 കൊണ്ട് ഡിവിസിബിളും ചെയ്യാൻ പറ്റുമല്ലോ. ക്ലിയർ ആയി വിചാരിക്കുന്നത്. ഇതിപ്പോൾ 7 4 ഉണ്ട്. 7/4 നമുക്ക് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് ആൻസർ കിട്ടില്ല. പക്ഷെ 7 × 4 ഉണ്ടെങ്കിൽ നമുക്ക് 4 കൊണ്ട് ഡിവിസിബിൾ ആണല്ലോ. /4 ഇട്ടാലും നമുക്ക് എന്ത് കിട്ടും, 4 ക്യാൻസൽ ചെയ്ത് കറക്റ്റ് 7 ഒരു ഇൻറ്റീജർ വാല്യൂ കിട്ടുമല്ലോ. അതുപോലെ തന്നെ ഈ ഒരു കേസിൽ ദിസ് വാല്യൂ /4 ചെയ്ത് 4 ക്യാൻസൽ ചെയ്ത് ഈ വാല്യൂ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഇൻറ്റീജർ വാല്യൂ കിട്ടുമല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ ഒരു ടേമിന് എന്ത് സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം, ദിസ് ഈസ് ഡിവിസിബിൾ ബൈ 4 എന്ന് പറയാൻ പറ്റും. നമുക്ക് എന്ത് കൺക്ലൂഷൻ കൊടുക്കാം, പി ഓഫ് കെ + 1 = 2. അതുപോലെ തന്നെ പി ഓഫ് n = true for all natural number n. നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 6. പ്രൂവ് ദാറ്റ് 2 × 7n + 3 × 5n - 5 is divisible by 24. ഫസ്റ്റ് നെയിം കൊടുക്കുക. ലെറ്റ് പി ഓഫ് n ഫ്രം 2 × 7n + 3 × 5n - 5 is divisible by 24. Next, for n = 1, p of 1
2 into 7 raised to 1 plus 3 into 5 raised to 1 minus 5 is divisible by 24. എന്ത് വരും? 2 into 7 14 plus 15 minus 5. നമുക്ക് എന്ത് ആൻസർ കിട്ടും? 24. അതായത് 24 is divisible by 24, which is true. Therefore, P of 1 is true. So, assume that P of K is true. എന്ത് വരും? P of K എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 into 7 raised to K plus 3 into 5 raised to K minus 5 is divisible by 24. നമുക്ക് that's equal to 24 D എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. We have to prove that P of K plus 1 is true. അതിന് വേണ്ടി നമ്മൾ എന്ത് എടുക്കും? P of K plus 1 from 2 into 7 raised to K plus 1 plus 3 into 5 raised to K plus 1 minus 5. That's equal to നമ്മൾ പറഞ്ഞു P of K plus 1ലേക്ക് P of Kയുടെ ടേമിനെ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് ഫസ്റ്റ് ടേമിനെ നമ്മൾ കൂടുതൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. അപ്പം എന്തുവരും ഇവിടെ? 2 into 7 raised to K plus 1നെ 7 raised to K into 7 plus 3 into 5 raised to K into 5. രണ്ടും K plus 1 വന്നുണ്ട് 5 minus 5. That's equal to P of K എന്ന് പറയുന്നത് 2 into 7 raised to K ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ബാലൻസ് ഉള്ളത് 7 ആണ്. അപ്പോൾ ആ 7 അവിടെ നിർത്തിയിട്ട് ബാലൻസ് എന്തെടുക്കണം? 2 into 7 raised to K. ഞാൻ അതിൻ്റെ കൂടെ എന്തൊക്കെ വേണം? പ്ലസ് 3 raised to 5 into K. ഇവിടെ പ്ലസ് ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ അത് മൈനസ് ചെയ്യണം. അപ്പോൾ മൈനസ് 3 into 5 raised to K ചെയ്തു. ഇനി ഇവിടെ ഒരു മൈനസ് 5 വേണം. അപ്പോൾ മൈനസ് 5 കൊടുക്കുമ്പോൾ എക്സ്ട്രാ ഒരു പ്ലസ് 5 കൊടുത്തു. അപ്പോൾ അത് ഫസ്റ്റ് ടൈമിലാണ് ഇതൊക്കെ കൊടുക്കണം കേട്ടോ നമ്മൾ. ഇനി ബാക്കി സെക്കൻഡ് ടൈം തേർഡ് ടൈം അതുപോലെ തന്നെ എഴുതാം. പ്ലസ് 3 into 5 raised to K into 5 minus 5. That's equal to ഇനി അടുത്ത ടൈമിൽ എന്ത് കൊടുക്കാം? നമുക്ക് ആവശ്യമുള്ളത് ഇത് മാത്രം എഴുതാം. അപ്പം എന്തൊരു 7 into ഈ ഒരു ടൈം എന്ന് പറയുന്നത് അതായത് 2 into 7 raised to K plus 3 into 3 into 5 raised to K minus 5 എന്നുള്ളത് 24D ആണ്. അപ്പം അതിന് നമുക്ക് 24D ബാലൻസ് ഇവിടെ എന്താ വരാ? മൈനസ് 3 into 5K plus 5 plus 3 into 5 raised to K into 5 minus 5. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 7 into 24D minus 7 into 3 into 5 raised to K plus 7 into 5 plus 3 into 5 raised to K into 5 minus 5. That's equal to 7 into 24D minus ഈ ഒരു ഫസ്റ്റ് ടൈം 7 into 3 into 5 raised to K. ഇവിടെ എന്ത്? 3 into 5 raised to K into 5 raised to K ഔട്ട് സൈഡ് എടുക്കും. ബാലൻസ് എന്ത് വരും? 7 into 3 മൈനസ് 3 into 5. ഇവിടെ ഒരു മൈനസ് ആണ് ഔട്ട് സൈഡ് എടുക്കണം. ഓക്കെ, ബാലൻസ് ഇവിടെ എന്ത് വരും? പ്ലസ് ഇവിടെ എന്ത് വരും? 7 into 5 35 minus 5 35 minus 5 എന്ന് വരും. That's equal to 7 into 24D minus 5 raised to K into the 7 into 3 21 minus 15 21 minus ഓക്കെ, ഇതിലൊരു 3 കൂടി ഇല്ല. 3 ഔട്ട് സൈഡ് എടുക്കാം. 3 ഔട്ട് സൈഡ് എടുത്തേ അപ്പം എന്ത് വരും? സിമ്പിളായിട്ട് പറയാം. അപ്പം എന്ത് വരും? 7 minus 5 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇൻറ്റു 2 പ്ലസ് 30 എന്ത് കിട്ടും? 7 into 24D minus 6 into 5K plus 30. That's equal to 7 into 24D minus
രണ്ടിൽ കോമൺ ആയിട്ട് 6 ഉണ്ടല്ലോ, 6 ഔട്ട് സൈഡ് എടുക്കുക. ബാലൻസ് എന്ത് വരും? 5k -5. ഇവിടെ 5 ഔട്ട് സൈഡ് ഉണ്ട്, -5 എടുത്തു. ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റു 24d മൈനസ് 6 ഇൻറ്റു ഇവിടെ നോക്കിയാൽ 5k -5 എന്ന് പറയുന്നത് 4ന് ഡിവിസിബിൾ ആയിരിക്കില്ലേ? അതായത് ഇപ്പോൾ കെക്ക് 1 കൊടുത്താൽ എന്ത് കിട്ടും? 5 - 5 ദാറ്റ്സ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എന്താ? 5 തന്നെ. 5 - 5 എന്ന് പറഞ്ഞാൽ 0 is multiple by 4 ആയിരിക്കും. സോറി, is divisible by 4 ആയിരിക്കും. അതുപോലെ തന്നെ കെക്ക് 2 കൊടുത്തല്ലോ, 5² - 5 ദാറ്റ്സ് ഈക്വൽ ടു 25 - 5 ദാറ്റ്സ് ഈക്വൽ ടു 20 is divisible by 4 അല്ലേ? ഇത് 20/4 ചെയ്താൽ നമുക്ക് 5 കിട്ടും. കെക്ക് 3 കൊടുക്കുമ്പോഴോ 5³ - 5 ഈക്വൽ ടു 5³ എന്ന് പറഞ്ഞാൽ എന്ത് വരാം? 5 × 5 25 × 5 25 × 5 എന്ന് പറഞ്ഞാൽ 125 - 5 ദാറ്റ്സ് ഈക്വൽ ടു 120 120 ഡിവിസിബിൾ ബൈ 4 അല്ലേ? 120/4 ഇട്ടാൽ നമുക്ക് 30 കിട്ടും. അപ്പം 5k -5 എന്ന് പറയുന്നത് ഡിവിസിബിൾ ബൈ 4 ആയിരിക്കും. അപ്പം ഞാൻ ഈ ഒരു ടേമിനെ എഗെയിൻ 4 × d എന്ന് കൊടുക്കാണ്. 4 കൊണ്ടുള്ള 4 ഡിവിസിബിൾ ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 7 × 24d മൈനസ് 24d. ഇതെല്ലാ ടേമും 24ന് ഡിവിസിബിൾ ആണല്ലോ. therefore നമുക്ക് എന്ത് പറയാം? p of k plus 1 is true whenever p of k is true. Hence p of n is true for all natural number n. Next question. Prove that 1 plus x all raised to n greater than or equal to 1 plus nx for all natural number n where x greater than -1. ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, x greater than -1 എന്നൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ലെറ്റ് p of n ഫ്രം ആ ഒരു ഇക്വേഷൻ തന്നിരിക്കുന്ന ഇക്വേഷന് p of n നെയിം കൊടുത്തു. ദെൻ ഫോർ n ഈക്വൽ ടു 1 p of 1 ഫ്രം n-ന് 1 കൊടുക്കുമ്പോൾ എന്തൊരു 1 plus x all raised to 1 greater than or equal to 1 plus x where x greater than -1. 1 plus x all raised to 1 ആണ്. 1 plus x greater than or equal to 1 plus x ഈക്വൽ ആണ് where x greater than -1. ഇനി ഈ ഒരു കണ്ടീഷൻ നോക്കി, x greater than -1. ആ -1 ഞാൻ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരാണെങ്കിൽ എന്തുണ്ടാവും? 1. ഈ -1 ഇങ്ങോട്ട് വരുമ്പോൾ +1 ആവില്ലേ? അതായത് 1 plus x greater than ഇവിടെ എന്ത് പോകും? -1 ലെഫ്റ്റ് സൈഡിലോട്ട് പോകും. ബാലൻസ് ഇവിടെ എന്തുള്ള 0. ഇത് 1 plus x greater than 0 ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ. p of 1 ട്രൂ ആണെന്ന് കിട്ടി. ഇനി assume p of k from p of k എന്ത് വരും? 1 plus x all raised to k greater than or equal to 1 plus kx where x greater than -1. ഒന്നെങ്കിൽ എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ x greater than -1 or 1 plus x greater than 0. p of k ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? p of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. p of k plus 1 ഫ്രം എന്ത് കൊടുക്കണം? n-ന് k plus 1 കൊടുക്കാം. അപ്പോൾ എന്തൊരു 1 plus x all raised to k plus 1 greater than or equal to 1 plus k plus 1 into x. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എന്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 1 plus x all raised to k plus 1 equal to ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 plus x-നെ ഞാൻ എന്ത് എഴുതാം? 1 plus x all raised to k into 1 plus x. ഇതാണല്ലോ 1 plus x raised to k plus 1 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാമല്ലോ നമുക്ക്. ഓക്കെ, ഇനി ഈ 1 plus x raised to k എന്ന് പറയുന്നത് p of k ആണല്ലോ. അതിന്റെ വാല്യൂ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 plus kx ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടേമിനെ
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് കെ എക്സ്. പി ഓഫ് കെനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈക്വൽ ടു മാറിയിട്ട് ഇവിടെ പി ഓഫ് കെ ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് ഇവിടെയും ഗ്രേറ്റർ ദാൻ ആയി ബ്രാക്കറ്റിൽ. ബാലൻസ് ഇടുന്നുണ്ട് 1 പ്ലസ് എക്സ് ആണ്. ദാറ്റ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പം എന്ത് വരും? 1 ഇൻറ്റു 1 1 പ്ലസ് 1 ഇൻറ്റു എക്സ് എക്സ് പ്ലസ് കെ എക്സ് ഇൻറ്റു 1 കെ എക്സ് പ്ലസ് കെ എക്സ് ഇൻറ്റു എക്സ് കെ എക്സ് സ്ക്വയർ. ഓക്കെ, 1 പ്ലസ് എക്സ് പ്ലസ് കെ എക്സ് പ്ലസ് കെ എക്സ് സ്ക്വയർ. ഈ ഒരു ടൈമിൽ ഈ ടൈം നോക്കി കെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ടൈം നോക്കി നമുക്കൊരു കണ്ടീഷൻ തന്നിട്ട് 1 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ. ഇത് എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ -1 ആണെന്ന് കൊടുത്തു. ഇവിടെ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ -1 ആണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നതും എന്തായിരിക്കും? കെ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. എക്സിനാണ് നമ്മൾ വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ അത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അല്ലേ? എക്സ് സ്ക്വയർ ഒരിക്കലും നെഗറ്റീവിലോട്ട് പോവില്ല, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂ കമ്പൾസറി പോസിറ്റീവ് ആയിരിക്കും. ഇതും ഒരു നാച്ചുറൽ നമ്പർ, പോസിറ്റീവ് നമ്പർ തന്നെയാണ് കെയും വരുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞത് പോസിറ്റീവ് ആണ്. അപ്പോൾ നമുക്കത് ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അല്ല ഇന്ന് അതായത് ദിസ് ഈക്വൽ ടു, ഈ ഒരു ഇക്വേഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 1 പ്ലസ് എക്സ് പ്ലസ് കെ എക്സ് എന്ന് എഴുതാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് എന്താണ് കിട്ടുന്നത്? 1 പ്ലസ് എക്സ് റേസ് ടു കെ പ്ലസ് 1. ഇതിൽ ഈ രണ്ട് ടൈം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കിട്ടും 1 പ്ലസ് എക്സ് ഓർ റേസ് ടു കെ പ്ലസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് എക്സ് പ്ലസ് കെ എക്സ്. ഇതിൽ ഈ രണ്ട് ടൈമിൽ ഒരു എക്സ് ഉണ്ടല്ലോ, ആ എക്സ് കോമൺ ഔട്ട് സൈഡ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടാം? ദാറ്റ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് കെ അല്ലേ? 1 പ്ലസ് കെ എന്ന് പറയുന്നത് എന്താ? കെ പ്ലസ് 1 അല്ലേ? ദാറ്റ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു എക്സ്. ഇതല്ലേ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, നമുക്ക് എന്ത് പറയാം? പി ഓഫ് കെ പ്ലസ് 1 ഇസ് ട്രൂ വെൻ എവർ പി ഓഫ് കെ ഇസ് ട്രൂ. അതുപോലെ പി ഓഫ് എൻ ഇസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പർ എൻ. നെക്സ്റ്റ് ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 7. പ്രൂവ് ദാറ്റ് 1 square plus 2 square plus etc plus n square greater than n cube divided by 3 where n belongs to capital N. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് ലെറ്റ് പി ഓഫ് എൻ ഫ്രം 1 square plus 2 square plus etc plus n square greater than n cube by 3. Next for n equal to 1 then p of 1 equal to, നമുക്കറിയാം പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഡിജിറ്റ് ആണ്. ഇവിടുത്തെ ഫസ്റ്റ് ഡിജിറ്റ് 1 സ്ക്വയർ ഗ്രേറ്റർ ദാൻ റൈറ്റ് സൈഡിൽ എന്നിന് 1 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1 ക്യൂബ് ബൈ 3. ഇവിടെ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 ഗ്രേറ്റർ ദാൻ 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ബൈ 3. 1 ബൈ 3 എന്ന് പറഞ്ഞാൽ പോയിന്റ് ഇട്ടിട്ട് വരും. അപ്പോൾ ട്രൂ ആണ്. അതായത് 1 ബൈ 3യേക്കാളും ഗ്രേറ്റർ ആണ് 1, വിച്ച് ഈസ് true. P of 1 is true. So assume that P of 1 true ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? P of k is true. P of k true ആണെങ്കിൽ ഈ സീക്വൻസ് എന്ത് വരും? P of k from 1 square plus 2 square plus etc plus n-ന്റെ പ്ലേസിൽ k കൊടുക്കാം. k square greater than k cube by 3. അതിന് ഇക്വേഷൻ നമ്പർ 1. P of k ട്രൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P of k plus 1 is true. P of k plus 1 ട്രൂ ആകുമ്പോൾ ഈ ഒരു സെൻറ്റൻസ് എന്താ വരാം? ഈ ഒരു സീക്വൻസ് എന്ത് വരും? 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് കെ സ്ക്വയർ എഴുതും. കെ പ്ലസ് ആണ് നെക്സ്റ്റ് ഒരു ടൈമും കൂടി വരും. നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം ചെയ്ത മെത്തേഡിൽ കേട്ടോ. അപ്പം എന്തൊരു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ
ഗ്രേറ്റർ ദാൻ, ഇവിടെ റൈറ്റ് സൈഡ് കൊണ്ടുപോകണം, ഇവിടെ നമുക്ക് ഡയറക്റ്റ് കൊണ്ടുപോകാം. ദാറ്റ്സ് ഈക്വൽ ടു ഈ കെ വരെയുള്ള ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഓഫ് കെ ആയിരിക്കും. പി ഓഫ് കെ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? പി ഓഫ് കെ ഗ്രേറ്റർ ദാൻ കെ ക്യൂബ് ബൈ 3 ആണ്. നമുക്കിവിടെ ഈക്വൽ ടു കൊടുക്കാൻ പറ്റില്ല. അഗെയിൻ ഗ്രേറ്റർ ദാൻ കെ ക്യൂബ് ബൈ 3. അത് ഈ വരെയുള്ള ടൈം, ഇതുവരെയുള്ള ടൈമാണ്. പ്ലസ് ഇവിടെ ഒരു എക്സ്ട്രാ ടൈം ഉണ്ട്, അതിവിടെ ആഡ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇനി ഈ ടൈമിൽ നിന്ന് നമുക്ക് കെ പ്ലസ് 1 ഒരു ടൈമിലേക്ക് കൊണ്ടുവരാം. ദാറ്റ്സ് ഈക്വൽ ടു, ഇത് ഇവിടെ ഗ്രേറ്റർ ദാൻ ഉണ്ട്, നമ്മൾ ഈക്വൽ ടു പറയുന്നത് റൈറ്റ് സൈഡിന് മാത്രമാണ് കേട്ടോ. ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ ഡിനോമിനേറ്റർ ഉണ്ട്, ഈ ഒരു ടൈമിൽ ഡിനോമിനേറ്റർ ഇല്ല, അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? നിങ്ങൾക്ക് ഈക്വൽ ടു കൊടുക്കണമെങ്കിൽ ഈക്വൽ ടു കൊടുക്കാൻ, ഡൗട്ട് വരണമെങ്കിൽ ഓക്കെ ഗ്രേറ്റർ ദാൻ ഇട്ട് തന്നെ പോവാം, കുഴപ്പമില്ല. എന്ത് വരും? കെ ക്യൂബ് പ്ലസ് 3k പ്ലസ് 1 ഹോൾ സ്ക്വയർ ഓൾ ഡിവൈഡ് ബൈ 3. നമുക്കിവിടെ കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഉണ്ട്, കെ ക്യൂബ് ഉണ്ട്, അത് കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പോൾ എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു കെ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു കെ, ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ടൈം. എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 ഓൾ ഡിവൈഡ് ബൈ 3. ദാറ്റ്സ് ഈക്വൽ ടു, again expand k cube plus 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3k സ്ക്വയർ പ്ലസ് 6k പ്ലസ് 3 ഡിവൈഡ് ബൈ 3. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താ? കെ ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് 6k പ്ലസ് 3 ഡിവൈഡ് ബൈ 3. നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 ആണ് കാണുന്നത്. പി ഓഫ് കെ പ്ലസ് 1 ആകുമ്പോൾ റൈറ്റ് സൈഡിൽ എന്താ കിട്ടേണ്ടത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ n ക്യൂബ് ബൈ 3 ആയിരുന്നു. അതായത് കെ പ്ലസ് 1 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ എന്ത് കിട്ടണം? എന്നിൻ്റെ പ്ലേസിൽ കെ പ്ലസ് 1 വന്നത്, കെ പ്ലസ് 1 ഹോൾ ക്യൂബ് ബൈ 3. ഇതായിരിക്കണം നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടേണ്ടത്. എങ്കിൽ മാത്രമേ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പാൻഷനിൽ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ടൈമിനെ കെ പ്ലസ് 1ൻ്റെ ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ കെ ക്യൂബ് ഉണ്ട്, അപ്പോൾ ക്യൂബിന് കെ ക്യൂബ് ഉണ്ട് പ്ലസ് 3k സ്ക്വയർ. കെ പ്ലസ് 1 ഓൾ ക്യൂബ് വരണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ടൈം ആവശ്യമുണ്ട്? അതായത് എ പ്ലസ് ബി ഓൾ ക്യൂബ്. എന്താ എ പ്ലസ് ബി ഓൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? എ സ്ക്വയർ പ്ലസ് 3a സ്ക്വയർ ബി, മറന്നോ? എ പ്ലസ് ബി ഓൾ ക്യൂബ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ കെ പ്ലസ് 1 ഓൾ ക്യൂബ് ആകുമ്പോൾ എന്ത് വരും? ഇവിടെ എയുടെ പ്ലേസിൽ കെ ആണ് വന്നിരിക്കുന്നത്, അപ്പോൾ എന്താ വരാം? കെ ക്യൂബ് പ്ലസ് 3, എയുടെ പ്ലേസിൽ കെ, അതിൻ്റെ സ്ക്വയർ കെ സ്ക്വയർ ഇൻറ്റു ബി, ബി എന്ന് പറയുന്നത് 1 പ്ലസ് 3 ഇൻറ്റു എ കെ, ബി സ്ക്വയർ എന്ന് വെച്ചാൽ 1, 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 പ്ലസ് 1 ക്യൂബ്. അപ്പോൾ എന്ത് വരും? കെ ക്യൂബ് അതിവിടെ ഉണ്ട്. പിന്നെ 3k സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3k സ്ക്വയർ, ആ ടൈം കൂടി ഉണ്ട്. പ്ലസ് 3 ഇൻറ്റു കെ ഇൻറ്റു 1, അതായത് 3k, ആ ടൈമും ഇല്ല. ആ ടൈമിന് പകരം ഇവിടെ കിടക്കുന്നത് 6k ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ 6kനെ എന്താക്കാം? ഒന്ന് ഡിവൈഡ് ചെയ്യാം, അതായത് 3k പ്ലസ് 3k എന്നാക്കാം. ഓക്കെ, പിന്നെ എന്താണ്? പ്ലസ് 1 വേണം, ഒരു 1 ക്യൂബിന് 1 വേണം, അതിവിടെ ഇല്ല. അപ്പോൾ അത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട വാല്യൂസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. കെ പ്ലസ് 1 ഓൾ ക്യൂബ് നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടണം, അത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ആ ഫോമിലോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്തപ്പോൾ കിട്ടിയ ആ ഫോമിലോട്ട് കൊണ്ടുവരുമ്പോൾ കെ ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് 6k നമുക്ക് എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം? 3k പ്ലസ് 3k. ഇനി കെ പ്ലസ് 1 ഓൾ ക്യൂബിൻ്റെ ഫോമിൽ എത്തണമെങ്കിൽ ഒരു പ്ലസ് 1 വേണം. നമ്മളൊരു 1 ഏത് നമ്പറും ആഡ് ചെയ്താൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈനും അവിടെ അറ്റ് എ ടൈം തന്നെ ചേർക്കണം. ഇവിടെ പ്ലസ് 1 ചേർത്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി -1 അവിടെ ആഡ് ചെയ്യണം, എന്നാലും കോമ്പൻസേറ്റ് ചെയ്ത് പോലും. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ പ്ലസ് 3 ഉണ്ട്, ആ പ്ലസ് 3 എഴുതി. പിന്നെ നമുക്കിവിടെ ഡിനോമിനേറ്റർ 3 ആവശ്യമുണ്ട്, ഓൾറെഡി 3 അതിനെ മാറ്റില്ല എഴുതി. ദാറ്റ്സ് ഈക്വൽ ടു, അപ്പോൾ എന്ത് കിട്ടി? കെ ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് 3k പ്ലസ് 1, അത് മാത്രം ഒരുമിച്ച് എഴുതാം. അതായത് കെ ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ്
3k പ്ലസ് 1. ബാലൻസ് എന്തുണ്ട്? ഇവിടെ ഒരു 3k ഉണ്ട്, പ്ലസ് 3k. ബാലൻസ് ഒരു -1ഉം പ്ലസ് 3ഉം ഉണ്ട്, ഡിവൈഡ് ബൈ 3. ദാറ്റ്സ് ഈക്വൽ ടു k ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് 3k പ്ലസ് 1 പ്ലസ് 3k. ഇവിടെ -1 പ്ലസ് 3, അപ്പം എന്ത് വരും? പ്ലസ് 2 ഡിവൈഡ് ബൈ 3. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ഒരു ടേം, ഈ k ക്യൂബ് പ്ലസ് 3k സ്ക്വയർ പ്ലസ് 3k പ്ലസ് 1 എന്നുള്ള ഈ ഒരു ടേമിനെ നമുക്ക് എന്ത് എഴുതാം? k പ്ലസ് 1 ഓൾ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. ബാലൻസ് ഇവിടെ ഉണ്ട്, പ്ലസ് 3k പ്ലസ് 2 ഓൾ ഡിവൈഡ് ബൈ 3. അപ്പം നമുക്ക് ചെയ്തു വന്നപ്പോൾ എന്ത് കിട്ടി? ഇവിടെ ഒരു ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ്. നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ടൈമിൽ നിന്നാണ് ഈക്വൽ ടു കൊണ്ടുവന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? ഈ റൈറ്റ് സൈഡ് ഈസ് ഗ്രേറ്റർ ദാൻ എന്ത് കിട്ടി? k പ്ലസ് 1 ഓൾ ക്യൂബ് പ്ലസ് 3k പ്ലസ് 2 ഓൾ ഡിവൈഡ് ബൈ 3 എന്ന് കിട്ടി. നമുക്ക് കിട്ടേണ്ടത് എന്തായിരുന്നു? റൈറ്റ് സൈഡിൽ k പ്ലസ് 1 ഓൾ ക്യൂബ് ബൈ 3 കിട്ടിയാൽ മതി. അതിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം നമ്മുടെ പി ഓഫ് k പ്ലസ് 1 ആ ഒരു സീക്വൻസിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ടേം എന്ന് പറയുന്നത് റൈറ്റ് സൈഡിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. ഇവിടെ നമ്മൾ കെക്ക് ഏത് വാല്യൂസ് കൊടുത്താലും ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം സ്ക്വയേഴ്സ് ആണ്. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k സ്ക്വയർ പ്ലസ് k പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. നമുക്ക് ജസ്റ്റ് ഒരു വാല്യൂസ് കേക്ക് കൊടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇത് പറയാൻ പറ്റും. എന്ത്? ഈ ഒരു ടേം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ k പ്ലസ് 1 ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 3 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? p of k plus 1 is true whenever p of k is true. p of n is true for all natural number n. Next, example 8. Prove that the rule of exponents ab all raised to n equal to a raised to n into b raised to n. ഈ റിസൾട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ലെറ്റ് p of n from ab all raised to n equal to a raised to n into b raised to n. Next, for n equal to 1, p of 1 equal to, ഇവിടെ നമുക്ക് ഫസ്റ്റ് ഡിജിറ്റ് എന്നൊന്നും പറയാനില്ല. നമ്മൾ ഇവിടെ ഓൾറെഡി എന്നിൻ്റെ പ്ലേസിൽ 1 കൊടുക്കാം. അപ്പോൾ എന്ത് വരും? എ ബി ഓൾ റേസ് ടു 1 ഈക്വൽ ടു എ റേസ് ടു 1 ഇൻറ്റു ബി റേസ് ടു 1. എ ബി ഓൾ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻറ്റു ബി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എ റേസ് ടു 1 എന്ന് പറഞ്ഞാൽ ഏതാണ്? ബി റേസ് ടു 1 എന്ന് പറഞ്ഞാൽ ബി ആണ്. നമുക്ക് എന്ത് പറയാം? പി ഓഫ് 1 ഈസ് ട്രൂ. അതുകൊണ്ട് നമുക്ക് ഇത് പറയാൻ പറ്റും, അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ ട്രൂ ആകുമെങ്കിൽ എന്തായിരിക്കും വരാം? എ ബി ഓൾ റേസ് ടു കെ ഈക്വൽ ടു എ റേസ് ടു കെ ഇൻറ്റു ബി റേസ് ടു കെ. ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇതാണെങ്കിൽ നമുക്കറിയാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രൂവ് ചെയ്യണം. ഇത് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം അതിനുവേണ്ടി നമുക്ക് പി ഓഫ് കെ പ്ലസ് 1 ഫ്രം എന്തെന്ന് കൊടുക്കാം? എ ബി ഓൾ റേസ് ടു കെ പ്ലസ് 1. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എ ബി ഓൾ റേസ് ടു കെ പ്ലസ് 1നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ ബി രണ്ട് സൈഡ് ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ രണ്ട് സൈഡ് ഒരുമിച്ച് കൊണ്ടുപോകാം കേട്ടോ. ഓക്കെ, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാം. നമുക്ക് എന്ത് ആൻസർ വരണം? കാരണം വി ഹാവ് ടു പ്രൂവ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തൊരു ലെഫ്റ്റ് സൈഡ് എന്താ വരുന്നത്? എ ബി ഓൾ റേസ് ടു കെ പ്ലസ് 1 ആണെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് എ റേസ് ടു കെ പ്ലസ് 1 ബി റേസ് ടു കെ പ്ലസ് 1 എന്നാണ് റിസൾട്ട് വരുന്നത്. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡ് നോക്കാം. ഇതിന് നമുക്ക് എന്ത് എഴുതാം? എ ബി ഓൾ റേസ് ടു കെ ഇൻറ്റു എ ബി എന്ന് എഴുതാമല്ലോ. അതായത് 7 റേസ് ടു കെ പ്ലസ് 1 ആണെങ്കിൽ 7 റേസ് ടു കെ ഇൻറ്റു 7 എന്ന് എഴുതുന്ന പോലെ തന്നെയാണല്ലോ ഇവിടെ എ ഇൻറ്റു ബി. എ ഇൻറ്റു ബി ഓൾ റേസ് ടു കെ പ്ലസ് 1 എന്നുള്ളത് എ ഇൻറ്റു ബി ഓൾ റേസ് ടു കെ ഇൻറ്റു എ ബി. ദാറ്റ്സ് ഈക്വൽ ടു എ റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു ബി റേസ് ടു കെ പ്ലസ് 1. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം? ഇതിന് ഈ എക്സ്പോണൻഷ്യൽ രണ്ടിനായിട്ട് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ എന്തൊരു എ റേസ് ടു കെ ഇൻറ്റു ബി റേസ് ടു കെ ഇൻറ്റു
a into b equal to a raised to k plus 1 into b raised to k plus 1. ഇനി എയും എയും ഒരുമിച്ച് എഴുതാം. അപ്പം എന്ത് വരും? എ റേസ് ടു കെ ഇൻറ്റു എ ഇൻറ്റു ബി റേസ് ടു കെ ഇൻറ്റു ബി ഈക്വൽ ടു എ റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു ബി റേസ് ടു കെ പ്ലസ് 1. എ റേസ് ടു കെ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ റേസ് ടു കെ പ്ലസ് 1 ആണ്. ദാറ്റ്സ് ഇൻറ്റു ബി റേസ് ടു കെ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബി റേസ് ടു കെ പ്ലസ് 1. ദാറ്റ്സ് ഈക്വൽ ടു എ റേസ് ടു കെ പ്ലസ് 1 ഇൻറ്റു ബി റേസ് ടു കെ പ്ലസ് 1. എന്ത് കിട്ടി നമുക്ക്? എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് എന്ന് കിട്ടി. നമ്മുടെ കൺക്ലൂഷൻസ് എഴുതാം. പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ വെൻ അവർ പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ എവറി നാച്ചുറൽ നമ്പർ n.